Hi guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കുറിച്ചാണ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസോ റുമാറ്റിക് ഫീവർ. ഇതിന് മുമ്പ് CVSൻ്റെ വീഡിയോ പാത്തോളജി CVSലെ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു റുമാറ്റിക് ഹാർട്ട് ഡിസീസസ്, ഇത് ആത്രോസ്ക്ലെറോസിസ്, ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് CVS എന്ന് വരുന്നത്, ചോദിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. MIയുടെയും ആത്രോസ്ക്ലെറോസിസിന് വീഡിയോ ഇട്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് അബൌട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ നമ്മൾ ഇഷ്ടംപോലെ ലീഷൻസ് പഠിക്കുന്നുണ്ട്. മോർഫോളജിക്കലി ക്രോണിക്കും അക്യൂട്ട് റുമാറ്റിക് ഫീവേഴ്സിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ക്രോണിക് ആണെങ്കിൽ കുറച്ച് ലീഷൻസ് ഉണ്ട്, അക്യൂട്ട് ആകുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ലീഷൻസ് പറയുന്നുണ്ട്. ഇതിൻ്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇതിന് ലബോറട്ടറി ഫൈൻഡിങ്സ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിന് 2 പാർട്ട് വീഡിയോ ഉണ്ട്. ദിസ് ഇസ് പാർട്ട് 1 വീഡിയോ. പാർട്ട് 1 വീഡിയോയിൽ അക്യൂട്ട് റുമാറ്റിക് ഫീവറിൻ്റെ മോർഫോളജിയും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. സോ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആൻഡ് റുമാറ്റിക് ഫീവറിനെ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചോദിക്കുന്നതെന്ന് നോക്കാം. ചൈൽഡ് ഏജ്ഡ് 10 years presented with the history of fever, sore throat, migratory polyarthritis and subcutaneous nodules. സോ ഇവിടെ മൈഗ്രേറ്ററി പോളിആർത്രൈറ്റിസും സബ്ക്യൂട്ടീനിയസ് നോഡ്യൂൾസ് ഒക്കെ വരുന്നത് റുമാറ്റിക് ഹാർട്ട് ഡിസീസിലാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, 10-year-old boy developed migratory arthritis of the large joints and features of pancreatitis after 10 days following the episodes of pharyngitis. So episodes of pharyngitis, ഈ റുമാറ്റിക് ഫീവർ വരുന്നത് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കാരണമല്ലേ, ആൻഡ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ തന്നെയാണ് പാരഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത്. സോ ഫോളോയിങ് ദി എപ്പിസോഡ്സ് ഓഫ് പാരഞ്ചൈറ്റിസ് എന്നുള്ളതും ഒരു ക്ലൂ ആണ്, അത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻകാർഡൈറ്റിസ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മൈഗ്രേറ്ററി ആയിട്ടുള്ള ആർത്രൈറ്റിസ് ഓഫ് ലാർജ് ജോയിൻറ്റ്സ്, ഇതൊക്കെയാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത്. Definition. So rheumatic heart disease is an acute post-streptococcal immune-mediated multi-system inflammatory disease. It occurs a few weeks after an episode of Group A streptococcal pharyngitis. So സ്ട്രെപ്റ്റോകോക്കൽ ഫാരഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്നത് ആരാ? സ്ട്രെപ്റ്റോകോക്കസ് ആണ്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണ് ഈ ഫാരഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫാരഞ്ചൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞ് ഫ്യൂ വീക്സ് കഴിയുമ്പോഴേക്കും ഈ റുമാറ്റിക് ഫീവറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതും ഒരു സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണല്ലോ. സോ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു നല്ല ക്ലൂ ആയിരുന്നു ദി എപ്പിസോഡ്സ് ഓഫ് ഫോളോയിങ് ദി എപ്പിസോഡ്സ് ഓഫ് ഫാരഞ്ചൈറ്റിസ് എന്നുള്ളത്. ആൻഡ് അപ്പം എന്താണ് റുമാറ്റിക് ഫീവർ? ഡെഫിനിഷൻ പറയുമ്പോൾ എന്തൊക്കെ പറയണം? അതൊരു അക്യൂട്ട് ഫീവറാണ്. അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ആണ്. പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്ന് കഴിഞ്ഞിട്ട് ദെൻ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസീസാണിത്. ഓക്കെ, സോ ഇത് എഫക്റ്റ് ചെയ്യും, സീനസിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ബോണിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കുറേ വേറെ സിസ്റ്റത്തിന്. സോ റുമാറ്റിക് ഫീവർ ഇസ് ആൻ അക്യൂട്ട് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇറ്റ് ഒക്കേഴ്സ് എ ഫ്യൂ വീക്സ് ആഫ്റ്റർ ആൻ എപ്പിസോഡ് ഓഫ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഫാരഞ്ചൈറ്റിസ്. ദെൻ ഇൻസിഡൻസ് പറയുമ്പോഴത്തേക്കും ഏജ് ഗ്രൂപ്പ് അഫക്റ്റഡ് വിൽ ബി ചിൽഡ്രൻസ് ആയിരിക്കും. മോസ്റ്റ് കോമൺലി ചിൽഡ്രൻസ് ബിറ്റ്വീൻ 5 to 15 years, 5 and 15 ഇയർസിനിടയിലുള്ള മോസ്റ്റ് കോമൺലി എഫക്റ്റ് ചെയ്യുന്ന ചിൽഡ്രൻസിനെയാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ആൻഡ് ബോത്ത് സെക്സ് ആർ ഈക്വലി എഫക്റ്റഡ്. സോഷ്യോ എക്കണോമിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദി ഇൻസിഡൻസ് ആൻഡ് മോർട്ടാലിറ്റി ഓഫ് ദി rheumatic fever and rheumatic heart disease are markedly decreased over the past century due to the improved socio-economic conditions and rapid diagnosis. The treatment of streptococcal pharyngitis, അപ്പം streptococcal pharyngitis ഐഡൻറ്റിഫൈ ചെയ്ത് റാപ്പിഡ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് ഫൈനലി ഇതിന് ഫോളോ അപ്പ് ആയിട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ റിക്കറൻസ് ആയിട്ട് വരുന്നതല്ലേ, റിക്കറൻസ് എന്നല്ല, വൺസ് സ്ട്രെപ്റ്റോകോക്കൽ ഡിസീസ് വന്നു കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് ഒന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതിന് ഫോളോ അപ്പ് ആയിട്ട് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരും. സോ ഇതാണ് നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഇൻസിഡൻസ് പുവർ എക്കണോമിക് ആൻഡ് ഓവർ ക്രൗഡിങ്, അതൊരു പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആണ്. ദ റുമാറ്റിക് ഫീവർ റയർലി ഫോളോസ് ദി ഇൻഫെക്ഷൻ ബൈ ദി സ്ട്രെപ്റ്റോകോക്കൈ അറ്റ് അതർ സൈഡ് ലൈക്ക് സ്കിൻ ആൻഡ് ടോൺസിലിലും സ്കിന്നിലൊക്കെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വരും. ബട്ട് അവിടെ ഇൻഫെക്ഷൻ വന്നപ്പോൾ റുമാറ്റിക് ഫീവർ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. വേറെ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഒരു ഫെറിഞ്ചൈറ്റിസ് വരുമ്പോഴാണ് കൂടുതൽ ചാൻസ് റുമാറ്റിക് ഫീവർ ഡെവലപ്പ് ചെയ്യാനുള്ള. ദെൻ മേജർ ഫേസസ്, മെയിൻലി 2 മേജർ ഫേസസ് ആണുള്ളത്, അക്യൂട്ട് റുമാറ്റിക് ഫീവറും ക്രോണിക് റുമാറ്റിക് ഫീവറും. സോ ഫസ്റ്റ് നമുക്ക് അക്യൂട്ട് റുമാറ്റിക് ഫീവറാണ് നോക്കാൻ പോകുന്നത്. അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫ്രീക്വൻലി മാനിഫെസ്റ്റ് ആസ് അക്യൂട്ട് റുമാറ്റിക് കാർഡൈറ്റിസ്. അക്യൂട്ട് റുമാറ്റിക് ഫീവർ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അക്യൂട്ട് റുമാറ്റിക് കാർഡൈറ്റിസ് ആയിട്ടാണ്. ആൻഡ് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇസ് ദി അക്യൂട്ട് റുമാറ്റിക് കാർഡൈറ്റിസ് പ്രോഗ്രസസ് ടു ദി ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ആൻഡ് ദി ഡിഫോമിംഗ്
fibrotic vascular lesions are the principal or the key features of the chronic rheumatic heart disease. Rheumatic heart disease എന്ന് പറയുമ്പോഴറിയാം കുറേ ലീഷൻസ് പറയാൻ പോകുന്നുണ്ട്. ആഷ് ഓഫ് ബോഡീസ് വരുന്നുണ്ട്, പിന്നെ കുറേ ലീഷൻസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും പറയുന്നത്. അക്യൂട്ടിലാണെങ്കിൽ കുറേ ലീഷൻസ് ഒന്നും പറയുന്നില്ല. അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ കുറേ ഇൻഫ്ലമേഷൻസ് വരുന്നത് അല്ലേ, ഹാർട്ടിൻ്റെ ഇൻഫ്ലമേഷൻസ് ആണ് കൂടുതലായിട്ടും ഫീച്ചേഴ്സായിട്ട് പറയുന്നത്, മോർഫോളജിയിൽ പറയാൻ പോകുന്നത്. വേറെ ക്രോണിക്കിലാണ് ഇതെന്താ കുറേ ലീഷൻസ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ കുറേ വാസ്കുലർ ലീഷൻസിൻ്റെ കാര്യമാണ് നമ്മൾ മോർഫോളജിക്കലി പറയുമ്പം ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിൽ പറയാൻ പോകുന്നത്. മോർഫോളജി ഓഫ് അക്യൂട്ട് റുമാറ്റിക് ഹാർട്ട് ഫീവർ. So, the lesion of the rheumatic fever can be broadly divided into cardiac and extra cardiac lesion. So, rheumatic fever, acute ആണെങ്കിലും chronic ആണെങ്കിലും rheumatic feverൻ്റെ ലീഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. One is a cardiac lesion and the other one is extra cardiac lesion. Cardiac lesion എന്ന് പറയുമ്പോൾ എന്താ, the cardiac lesion can be studied under acute rheumatic heart disease and chronic rheumatic heart disease. So, ഈ lesions വരുമ്പോൾ it can be either present in acute rheumatic fever and also present in chronic rheumatic heart diseases. ആൻഡ് ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ആഷ് ഓഫ് ബോഡീസ്. അപ്പം ആഷ് ഓഫ് ബോഡീസ് എന്ന് പറയുമ്പോൾ സ്ഫെറിക്കൽ, ഒരു സ്പിറോയിഡൽ ഓർ ഫ്യൂസിഫോം ക്യാരക്ടറിസ്റ്റിക് ലീഷനാണ് സീൻ ഇൻ ദ റുമാറ്റിക് ഡിസീസ്. റുമാറ്റിക് ഡിസീസിലുള്ള സ്പിറോയിഡൽ ഓർ ഫ്യൂസിഫോം ക്യാരക്ടറിസ്റ്റിക് ലീഷൻ ആൻഡ് ഇതിൻ്റെ സൈസ് വരുന്നത് about 1 to 2 millimeter and size during acute rheumatic fever may be found in any of the 3 layers in the perivascular interstitial region of the heart. അപ്പോൾ interstitial region of the heartൻ്റെ ഏത് ലെയറിലും വരാം ആഷ് ഓഫ് ബോഡീസ്. ഓക്കെ, ആഷ് ഓഫ് ബോഡീസ് എന്താ സംഭവം? ഇത് സ്പിറോയിഡൽ ഓർ ഫ്യൂസിഫോം ക്യാരക്ടറിസ്റ്റിക് ലീഷൻ. ആഷ് ഓഫ് ബോഡി ഈസ് എ ലീഷൻ, ടൈപ്പ് ഓഫ് ലീഷൻ. എങ്ങനത്തെയാ? ഫ്യൂസിഫോം ഓർ സ്പിറോയിഡൽ ക്യാരക്ടറിസ്റ്റിക് ലീഷനാണ് പ്രസൻറ്റ് ഇൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ദെൻ ഫോർമേഷൻ ഓഫ് ആഷ് ഓഫ് ബോഡീസ്. ഫോർമേഷൻ ഓഫ് ആഷ് ഓഫ് ബോഡീസ് എന്ന് പറയുമ്പം ഏർലി ഓർ എക്സുഡേറ്റ് ഫേസ് ഉണ്ട്. ഏർലി ഓർ എക്സുഡേറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ പെരിവാസ്കുലർ ഫോക്കി ഓഫ് ദി സ്വള്ളൻ ഈസ്നോഫിലിക് കൊളാജൻ സറൗണ്ടഡ് ബൈ ദി ലിംഫോസൈറ്റ്സ്, പ്ലാസ്മ സെൽസ് ആൻഡ് മാക്രോഫേജ്. അതായത് ഈ കൊളാജൻസ് ഉണ്ടല്ലോ, ഈ പിക്ചറിൽ കാണാൻ പറ്റും കൊളാജനസ് ലെയർ. അപ്പോൾ ഈ കൊളാജൻ എല്ലായിടത്തും എന്ത് പറ്റും? കുറേ ലിംഫോസൈറ്റ്സും. ഇതാണ് നമ്മുടെ ആഷ് ഓഫ് ബോഡീസ്. ഓക്കെ, ജയൻറ്റ് ആഷ് ഓഫ് ബോഡീസ് ഉണ്ട്. കുറേ ആഷ് ഓഫ് ബോഡീസ് ഉണ്ട്. ഈ ആഷ് ഓഫ് ബോഡീസിന് ചുറ്റുമായിട്ട് ഈ കൊളാജൻ ലെയറിൽ എന്ത് കാണാൻ പറ്റും? ലിംഫോസൈറ്റ്സ്, അങ്ങനെ മാക്രോഫേജ്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അതാണ് ഏർലി അല്ലെങ്കിൽ എക്സുഡേറ്റ് ഫേസ് എന്ന് പറയുന്നത്. പെരിവാസ്കുലർ ഫോക്കയോ സ്വള്ളൻ ഈസ്നോഫിലിക് കൊളാജൻ, സ്വള്ളനായിട്ടുള്ള ഈസ്നോഫിലിക് കൊളാജൻ്റെ പെരിവാസ്കുലർ ഫോക്കയിൽ എന്തൊക്കെ കാണാൻ പറ്റും? ലിംഫോസൈറ്റ്സ്, മാക്രോഫേജും പ്ലാസ്മ സെൽസിനെ കാണാൻ പറ്റും. ഇതാണ് ഏർലി എക്സുഡേറ്റ് ഫേസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആഷ് ഓഫ് ബോഡീസ്. Intermediate or granulomatous phase. Intermediate or granulomatous phase എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ പാത്തോഗ്നോമിക്സ് ഓഫ് റൊമാറ്റിക് മയോകാർഡൈറ്റിസ്. ഇറ്റ് ഈസ് എ ഗ്രാനുലോമാറ്റസ് ലീഷൻ. സോ നേരത്തെ പറഞ്ഞത് എന്താ? പെരിവാസ്കുലർ ഫോക്കിയിൽ കുറേ സാധനങ്ങൾ വരുന്നത് എന്തൊക്കെ? ലിംഫോസൈറ്റ്സും പ്ലാസ്മ സെൽസ് അതേപോലെ മാക്രോഫേജ് ഒക്കെ സറൗണ്ട് ചെയ്ത് വരുന്നു. അത്രേ ഉള്ളൂ കൊളാജനിൽ. ഇവിടെ എന്താ? ഇവിടെ ഒരു ഗ്രാനുലോമാറ്റസ് ലീഷൻ ഉണ്ടാകുന്നുണ്ട്. പാത്തോഗ്നോമിക്സ് ഓഫ് റൂമാറ്റിക് മയോകാർഡൈറ്റിസ് ആണിത്. സോ ഇറ്റ് ഈസ് എ ഗ്രാനുലോമാറ്റസ് ലീഷൻ വിത്ത് എ സെൻട്രൽ ഫൈബ്രനോഡ് ഫോക്കി അസോസിയേറ്റഡ് വിത്ത് ലിംഫോസൈറ്റ്സ്. സെൻട്രൽ ഫൈബ്രനോഡ് ഫോക്കിയുള്ള ലിംഫോസൈറ്റ്സ് അത് കാണാൻ പറ്റും ഈ പിക്ചറിൽ. സോ ഇതാണ് സെൻട്രൽ ഫൈബ്രനോയിഡ് lesion and they are associated with lymphocytes, macrophage and anti-shock bodies. Okay, anti-shock bodies nathund and they occasionally plasma cells. നേരത്തെ പറഞ്ഞ പോലെ മാക്രോഫേജും പ്ലാസ്മ സെൽസും ലിംഫോസൈറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ആൻറ്റിഷോക്ക് ബോഡീസ് ഉണ്ട്. ഓക്കെ, ദെൻ ആൻറ്റിഷോക്ക് സെൽസ് ആർ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജ്. സോ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജ് ആണ് എന്ത്? ആൻറ്റിഷോക്ക് സെൽസ്. സോ ഇത് ഓർത്ത് വെക്കണം. ഫസ്റ്റിൽ നമ്മൾ പറയുന്നത് പെരിവാസ്കുലർ ഫോക്കിക്കകത്തായിരുന്നു കുറേ പ്ലാസ്മ സെൽസും ലിംഫോസൈറ്റും മാക്രോഫേജും വന്നത്. ഇൻ്റർമീഡിയറ്റ് ഗ്രാനുലോമാറ്റസ് ഫേസ് എന്ന് പറയുമ്പോൾ ഗ്രാനുലോമ ലീഷൻസ് ഉണ്ടാകുന്നുണ്ടല്ലേ. സോ ലീഷൻ എന്താ? ഫൈബ്രോനോട് ഫോക്കിയാണ്. സെൻട്രലായിട്ടപ്പോൾ ഫൈബ്രോനോട് ഫോക്കീസ് ഉണ്ടാവും. അതുകൂടാതെ പെരിഫറലി എന്തുണ്ടാവും? നേരെ അസോസിയേറ്റഡ് വിത്ത് ലിംഫോസൈറ്റ്സ്. നേരത്തെ പറഞ്ഞ ലിംഫോസൈറ്റ്സ് ഉണ്ട്, പ്ലാസ്മ സെൽസ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്. അതുകൂടാതെ ആൻറ്റിഷോക്ക് സെൽസ് ഉണ്ട്. ദെൻ വാട്ട് ആർ ആൻറ്റിഷോക്ക് സെൽസ്? They are the plumb of activated macrophages which have abundant cytoplasm round to oval nuclei in which the chromatin is deposited in a central slender wavy ribbon. അപ്പോൾ എന്തൊക്കെയാണ് ആൻറ്റിഷോക്ക് ബോഡീസിൻ്റെ ഫീച്ചേഴ്സ്? അബണ്ടൻ്റ് ആയിട്ട് സൈറ്റോപ്ലാസം ഉണ്ടാവും, റൗണ്ട് ടു ഓവൽ ന്യൂക്ലിയസ് ആയിരിക്കും, ആൻഡ് ദ ക്രോമാറ്റിൻ ഇസ് സെൻട്രൽ ഡിസ്പോസ്ഡ് ഇൻ എ സെൻട്രൽ സ്ലെൻഡർ ആൻഡ് വേവി റിബൺ പോലെ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലോൺജിറ്റ്യൂഡിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസംബിൾസ് കാറ്റർപില്ലർ. അപ്പോൾ കാറ്റർപില്ലർ ഷേപ്പ് ആയിരിക്കും വെൻ കട്ട് ലോൺജിറ്റ്യൂഡിനലി.
ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇറ്റ് റിസംബിൾസ് ഓവൽ ഐ അപ്പിയറൻസ്. സോ ഓവൽ ഐ അപ്പിയറൻസ് ആയിരിക്കും വെൻ കട്ട് ക്രോസ് സെക്ഷനലി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണെങ്കിലോ ദേ ആർ ടേംഡ് ആസ് ആഷ് ഓഫ് ജയൻറ്റ് സെൽ. സോ മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ ദേ ആർ ടേംഡ് ആസ് ആഷ് ഓഫ് ജയൻറ്റ് സെൽ. ഇഫ് ദേ ഹാവ് കട്ടഡ് ഇങ്ങനെ ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവൽ ഐ അപ്പിയറൻസും, കട്ട് സെക്ഷൻ ലോസ്റ്റൂഡിലാണെങ്കിൽ എന്താ കാറ്റർപില്ലറിനായിരിക്കും, കാറ്റർപില്ലർ റിസംബ്ലൻസ് ആയിരിക്കും വരുന്നത്. ദെൻ ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ്. ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ഫൈനലി എന്താ സംഭവിക്കുക, ഇപ്പോൾ ഗ്രാൻഡ്ലോമയൊക്കെ വന്നിട്ടുള്ള ടിഷ്യൂവിന് എന്ത് സംഭവിക്കും, സ്കാർ ഫോം ചെയ്യും. സോ ആഷ് ഓഫ് ബോഡീസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി നോഡ്യൂൾസ് ഓഫ് സ്കാർ ടിഷ്യൂ. സോ ഇതാണ് ഫോർമേഷൻ ഓഫ് ആഷ് ഓഫ് ബോഡീസ്. എന്തൊക്കെയാണ്, ഫസ്റ്റ് എക്സുഡേറ്റ് ഫോം ചെയ്തു. എക്സുഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താ, പെരിവാസ്കുലർ ഫോക്കെ ഈസ്നോഫിലിക് കൊലാജൻ, സ്വള്ളനായിട്ടുള്ള ഈസ്നോഫിലിക് കൊലാജൻ്റെ പെരിവാസ്കുലർ ഫോക്കയിൽ എന്തൊക്കെ വന്നു, ലിംഫോസൈറ്റ്, പ്ലാസ്മ സെൽസ് ആൻഡ് മാക്രോഫേജസ് വന്നു. പിന്നെ അവിടെ ഗ്രാനുലോമ ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇൻ്റർമീഡിയറ്റ് ഗ്രാനുലോമാറ്റസ് ഫേസ്. അപ്പോൾ എന്താ, ഗ്രാനുലോമാറ്റസ് ലീഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഗ്രാനുലോമാറ്റസ് ലീഷൻ എന്ന് പറയുമ്പോൾ എന്താ, സെൻട്രലി ഫൈബ്രിനോട് ഫോക്കേ വരുന്നുണ്ട്. അസോസിയേറ്റഡ് വിത്ത് എന്തൊക്കെയാണ്, ലിംഫോസൈറ്റ്സ് ഉണ്ട്, ഇവിടെ പറഞ്ഞല്ലോ ലിംഫോസൈറ്റ്സ് ഉണ്ട്, പ്ലാസ്മ സെൽസ് ഉണ്ട്, മാക്രോഫേജ് ഉണ്ട്. ഇത് കൂടാതെ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജ് ഉണ്ട്. ആ പ്ലംപ് ആക്ടിവേറ്റഡ് മാക്രോഫേജിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആൻറ്റിഷ്കോവ് സെൽസ്. ഈ ആൻറ്റിഷ്കോവ് സെൽസിന് കുറേ പ്രത്യേകതകളുണ്ട്. സൈറ്റോപ്ലാസം എങ്ങനെയായിരിക്കും, അബണ്ടൻ്റ് ആയിരിക്കും. ന്യൂക്ലിയസ് എന്തായിരിക്കും, റൗണ്ട് ടു ഓവൽ ഇൻ ഷേപ്പ് ആയിരിക്കും. Then what about its chromatin? They are central, slender and wavy ribbon like ആയിരിക്കും. ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കട്ട് സെക്ഷൻ, അതായത് ഒരു കട്ട് ലോജിറ്റ്യൂഡിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിസംബിൾസ് കാറ്റർപില്ലർ, ക്രോസ് സെക്ഷനിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഐ അപ്പിയറൻസ്, ആൻഡ് മോർ ദൻ വൺ ന്യൂക്ലിയസ് ഉണ്ട്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും, ആഷ് ഓഫ് ജയൻറ്റ് സെൽ ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ലേറ്റ് ഓർ ഹീൽഡ് ഓർ ഫൈനൽ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ആഷ് ഓഫ് ബോഡീസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദി നോഡ്യൂൾസ് ഓഫ് സ്കാർ ടിഷ്യൂ. ഫൈനലി എന്ത് പറ്റും, ഈ ആഷ് ഓഫ് ബോഡി റീപ്ലേസ് ചെയ്യുന്നത് സ്കാർ ടിഷ്യൂ ആയിട്ടായിരിക്കും. ഇതാണ് നോർമൽ ജയൻറ്റ് സെല്ല് വരുന്നത്. ഈ ജയൻറ്റ് സെല്ലിനെ ലോജിറ്റ്യൂഡിൽ കട്ട് ചെയ്തപ്പോൾ എന്തുപോലെ തോന്നുന്നുണ്ട്, കാറ്റർപില്ലർ പോലെ തോന്നുന്നുണ്ട്. വേറാസ് അത് ക്രോസ് സെക്ഷനലി ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഓവൽ ഐ അപ്പിയറൻസ് ആണ് തരുന്നത്. ആൻഡ് ഇതേ ആൻറ്റിഷ്കോവ് സെൽസ് ഉണ്ടല്ലോ, ഇതാണ് ആൻറ്റിഷ്കോവ് സെൽസ്. ആൻഡ് ഇഫ് ഈ ന്യൂക്ലിയസ് ജയൻറ്റ് സെല്ലിൽ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ജയൻറ്റ് സെൽ ഉണ്ടെങ്കിൽ ആ ജയൻറ്റ് സെൽ എന്ത് വിളിക്കും, ആഷ് ഓഫ് ജയൻറ്റ് സെൽ എന്ന്. ഓക്കെ, ദീസ് ആർ ദി ആക്ടിവേറ്റഡ് മാക്രോഫേജസ്. ഈ ആൻറ്റിഷ്കോവ് സെൽ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ആണ്. ഈ ആൻറ്റിഷ്കോവ് സെൽസ് ആണ് കട്ട് ചെയ്യുമ്പോൾ ലോജിറ്റ്യൂഡിൽ കട്ട് ചെയ്ത കാറ്റർപില്ലർ ആയിട്ടും ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവൽ ഐ അപ്പിയറൻസ് ആയിട്ടും വരുന്നത്. ആൻഡ് അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിളിക്കും, ആഷ് ഓഫ് ജയൻറ്റ് സെൽ എന്നും വിളിക്കും. അക്യൂട്ട് റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്. സോ അക്യൂട്ട് റൂമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും അക്യൂട്ട് റൂമാറ്റിക് ഫീവർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പാൻകാർഡൈറ്റിസ്. പാൻകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാ ഇൻഫ്ലമേഷൻസും ഉണ്ട് ഹാർട്ടിൻ്റെ തന്നെ. ദാറ്റ് ഈസ് എൻഡോകാർഡിയത്തിൽ ഇൻഫ്ലമേഷൻ വരാം, മയോകാർഡിയത്തിൽ ഇൻഫ്ലമേഷൻ വരാം, അല്ലെങ്കിൽ പെരികാർഡിയത്തിൽ ഇൻഫ്ലമേഷൻ വരാം. അതുകൊണ്ടാണ് പാൻകാർഡൈറ്റിസ് എന്നൊരു പേര് വന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു എൻഡോകാർഡൈറ്റിസ്. ഫസ്റ്റ്ലി എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫ്ലമേഷൻ ഓഫ് എൻഡോകാർഡിയം. And is also known as endocarditis. It may involve valvular or mural endocardium. So valvular endocardium affect അതായത് valvular endocarditis ഉണ്ടാക്കാം, അല്ലെങ്കിൽ mural endocarditis. mural എന്ന് പറയുമ്പോൾ എന്താ, കംപ്ലീറ്റ് ഒക്ലൂഷൻ വരാതൊരു endocarditis ഉണ്ടാക്കാം. valvular endocarditis എന്ന് പറയുമ്പോൾ എന്താ, ഡ്യൂറിങ് അക്യൂട്ട് rheumatic carditis. സോ valvular endocarditis എന്ത് പറ്റും, ഡ്യൂറിങ് അക്യൂട്ട് rheumatic carditisൽ valve leaflets become inflamed and edematous. So valve leaflets become inflamed ആവും, edematous ആവും. The all four valves may be affected, but left-sided valves, that is mitral and aortic valves, are more injured than do right-sided valves. Like tricuspidum pulmonary കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് ഏതാ, ലെഫ്റ്റ്-സൈഡഡ് വാൽവ് ആണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് than right-sided valve. Inflammatory damage causes focal loss of endothelium and fibrin deposits along the lines of closure of the valve leaflets or along the tendinous cord. tendinous cordന്റെ അവിടെ എന്തുണ്ടാവും, ഇൻഫ്ലമേറ്ററി ഡാമേജസ് എന്തുണ്ടാക്കും, ദിസ് ഇൻഫ്ലമേറ്ററി ഡാമേജസ് ഇവിടെ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ റുമാറ്റിക് കാർഡൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ലീഫ്ലെറ്റ്സിൽ ഇൻഫ്ലമേഷനും എഡിമ ഉണ്ടാക്കുകയാണെന്ന്. അപ്പോൾ എല്ലാ വാൽവ്സിലും അത് എഫക്റ്റ് ചെയ്യും. ലെഫ്റ്റ് സൈഡ് വാൽവ്സ് ആർ മോർ എഫക്റ്റഡ് ദാൻ റൈറ്റ് സൈഡഡ് വാൽവ്സ്. ഈ എല്ലാ വാൽവ്സിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും. ആൻഡ് ഇൻഫ്ലമേറ്ററി ഡാമേജസ് കോസസ് എന്തുണ്ടാക്കും, ഫോക്കൽ ലോസ് ഓഫ് എൻഡോത്തീലിയം ആൻഡ് ഫൈബ്രൻ ഡിപ്പോസിറ്റ്സ്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലോസ് ഓഫ് എൻഡോത്തീലിയം ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്ലമേറ്ററി ഡാമേജസ്, ആൻഡ് ഫൈബ്രൻ ഡിപ്പോസിറ്റ്സ് അലോങ് ദി ലൈൻസ് ഓഫ് ക്ലോഷർ ഓഫ് വാൽവ് ലീഫ്ലെറ്റ്സ്. along the line of closure of valve deposits. ഇപ്പോൾ ഇതൊരു വാൽവ് ഡിപ്പോസിറ്റ്സ് എന്നുണ്ടെങ്കിൽ, ഇത് വാൽവ് വന്നിട്ടുണ്ടെങ്കിൽ
ഈ വാൽവിൻ്റെ എലോങ് ദി ലൈൻ എന്തുണ്ടാക്കുന്നുണ്ട്? ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓർ എലോങ് ദി ടെൻറ്റിനസ് കോഡ്. ടെൻറ്റിനസ് കോഡാണ് ഈ വാൽവ്സിനെ താഴേക്ക് കണക്ട് ചെയ്യുന്നത്, ഓപ്പണും ക്ലോസ് ചെയ്യുന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ടെൻറ്റിനസ് കോഡിലും അതുകൂടാതെ ഈ വാൽവിൻ്റെ എലോങ് ദി ലൈൻ ഓഫ് ക്ലോഷർ എന്തുണ്ടാക്കുന്നുണ്ട്? ഫൈബ്രസ് ഡിപ്പോസിറ്റ്സ് ഉണ്ടാക്കും, ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സ്. ഓവർലൈൻ ദീസ് ഡിപ്പോസിറ്റ്സ് ഡെവലപ്പ് സ്മോൾ നോഡുലാർ ഓർ വാർട്ടി വെജിറ്റേഷൻസ് കോൾഡ് വെറൂക്കെ. സോ ഈ ലൈൻസ് ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സ് ഉണ്ടായല്ലോ, ഈ ലൈൻ ആ ഡിപ്പോസിറ്റ്സിൻ്റെ മേലിലായിട്ട് കുറേ വെജിറ്റേഷൻസ് ഉണ്ടാവും, വാർട്ടി വെജിറ്റേഷൻസ് ഓർ നൊഡുലാർ വെജിറ്റേഷൻസ് ഡെവലപ്പ് ചെയ്യും. ദേ ആർ നോൺ ആസ് വെറൂക്കെ. ആൻഡ് ദിസ് വെറൂക്കേസ് ആർ ഫേംലി അറ്റാച്ച്ഡ് ആൻഡ് ഡു നോട്ട് ഗെറ്റ് ഡിസ്ലോജ്ഡ്. ഈ വെറൂക്കേസ് ഒക്കെ ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡിറ്റിസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വെജിറ്റേഷൻസ് വന്നാലും അവർ ഡിസ്ലോഡ്ജ് ചെയ്ത് പോകുന്നത് ഫ്രൈബിൾ വെജിറ്റേഷൻസ് ആണ്, അവരപ്പോൾ പൊട്ടിപ്പോകും. പക്ഷേ ഈ വെജിറ്റേഷൻസ്, ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സിൻ്റെ മേലെ വരുന്ന വെറൂക്കെ വെജിറ്റേഷൻസ് ഒക്കെ ഡിസ്ലോഡ്ജ് ചെയ്ത് പോവില്ല. ഓക്കെ, ദെൻ മ്യൂറൽ എൻഡോകാർഡൈറ്റിസ്. മ്യൂറൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ദി ഇൻഫ്ലമേഷൻ ഓഫ് ദി മ്യൂറൽ എൻഡോകാർഡിയം ഈസ് ലെസ് പ്രോമിനൻറ്റ് ദാൻ വിത്ത് വാൽവുലാർ ലീഷൻ ആൻഡ് മോസ്റ്റ് കോമൺ ഈസ് മക്കാലം പ്ലേഗ്. സോ മ്യൂറൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് മ്യൂറൽ എൻഡോകാർഡിയം ആണ് ആൻഡ് ലെസ് പ്രോമിനൻറ്റ് ദാൻ വാൽവുലാർ ലീഷൻസ്. ആൻഡ് ഇതിൻ്റെ മോസ്റ്റ് കോമൺലി മക്കാലം പ്ലാഗ് ആയിട്ടായിരിക്കും ഇത് എക്സ്പ്രസ് ആകുന്നത്, മക്കാലം പ്ലാഗ്. So what is McCallum plaque? These are the subendocardial lesions. McCallum plaque is a subendocardial lesions which appears as irregular wrinkled map-like thickening in the mural endothelium. Mural endothelium it appears as irregular wrinkled map-like thickening occurring in the mural endothelium is the McCallum plaque. Usually seen in the posterior walls of the left atrium. So the usually കാണുന്നത് എവിടെ? മ്യൂറൽ എൻഡോകാർഡൈറ്റിസ് പോസ്റ്റീരിയർ വോൾസ് ഓഫ് ലെഫ്റ്റ് ഏട്രിയത്തിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഇൻ കേസ് ഓഫ് ക്രോണിക് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ആൻഡ് ആർ നോട്ട് ഇൻ ദി അക്യൂട്ട് റുമാറ്റിക് ഫീവർ. Just above the posterior leaflet of the mitral valve, they may be formed due to damage induced by the chronic regurgitation of the blood. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നത്? ഡ്യൂ ടു ഡാമേജ് ഇൻഡ്യൂസ്ഡ് ബൈ ദി ക്രോണിക് റീകസിറ്റേഷൻ. ക്രോണിക് ആയിട്ടുള്ള എന്തുണ്ടാകുന്നത്? ക്രോണിക് ആയിട്ടുള്ള റുമാറ്റിക് ഫീവർ ആണല്ലോ. അക്യൂട്ട് റുമാറ്റിക് ഫീവറിൽ പോസ്റ്റീരിയർ വോൾസ് ഓഫ് ദി ലെഫ്റ്റ് ഏട്രിയത്തിലുണ്ടാവും. അത് കൂടുതലായിട്ടും കാണുന്നത് ക്രോണിക് ആവുന്ന കണ്ടീഷനിലാണ്. ആൻഡ് മൈക്രോസ്കോപ്പിക്കലി എന്ത് ഷോ ചെയ്യും? മൾട്ടിപ്പിൾ ഹാഷ് ഓഫ് ബോഡീസിന്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെരികാർഡൈറ്റിസ്. ഇപ്പോൾ പറഞ്ഞത് എൻഡോകാർഡൈറ്റിസും മ്യൂറൽ എൻഡോകാർഡൈറ്റിസും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെരികാർഡൈറ്റിസ്. പെരികാർഡൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫ്ലമേഷൻ ഓഫ് ദി പെരികാർഡിയം ഈസ് നോൺ ആസ് പെരികാർഡൈറ്റിസ്. ഡ്യൂറിംഗ് അക്യൂട്ട് റുമാറ്റിക് ഫീവർ irregular deposits of the fibrins are found on both visceral and parietal surface of the pericardium causing fibrinous pericarditis. So pericarditis എന്ന് പറയുമ്പോൾ ഇവർ കോസ് ചെയ്തത് ഫൈബ്രിനസ് ആയിട്ടുള്ള പെരികാർഡൈറ്റിസ്. എന്താണ് ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഓഫ് irregular deposits of fibrin എവിടെ? found on both visceral and parietal surface of the പെരികാർഡിയം. പെരികാർഡിയത്തിൽ നമുക്കറിയാം രണ്ട് ലെയേഴ്സ് ഉണ്ടല്ലേ, ഒന്ന് വിസറൽ ലെയർ, ഒന്ന് പറയറ്റൽ ലെയർ. സോ പറയറ്റൽ ലെയറിലും വിസറൽ ലെയറിലും ഒരേപോലെ തന്നെ ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സ് ഇറഗുലർലി വരുന്നുണ്ട്. ദേ ആർ ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ് ആൻഡ് ഇറ്റ് റിസംബിൾസ് ഷാഗി സർഫസ് ഓഫ് ടു സ്ലൈസസ് ഓഫ് ബട്ടേർഡ് ബ്രെഡ് ദാറ്റ് ഹാവ് ബീൻ ജെന്റ്ലി പുൾഡ് അപ്പാർട്ട്. സോ ജസ്റ്റ് ലൈക്ക് എ ബട്ടേർഡ് ബ്രെഡ് പോലെ ആയിരിക്കും കാണാനിരിക്കുന്നത്. ആൻഡ് ദസ് ദേ ആർ ഓൾസോ നോൺ ആസ് ബ്രെഡ് ആൻഡ് ബട്ടർ പെരികാർഡൈറ്റിസ്. Clinically, it gives a friction rub and it never causes constructive pericarditis. ഈ പിക്ചറിൽ കാണാൻ പറ്റും ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ബ്രെഡ് ആൻഡ് ബട്ടർ പെരികാർഡൈറ്റിസ് ലൈക്ക് എ ടു സ്ലൈസ് ഓഫ് ബ്രെഡ് വിത്ത് ടു സ്ലൈസ് ഓഫ് ബട്ടേർഡ് ബ്രെഡ് പോലെയാണ് കാണാനിരിക്കുന്നത്. സോ ദിസ് ഇസ് ഫൈബ്രിനസ് പെരികാർഡൈറ്റിസ്. ഇതാണ് വിസറൽ പെരികാർഡിയം ആൻഡ് റിഫ്ലക്ഷൻ ഓഫ് ദി പറയറ്റൽ പെരികാർഡിയം. ദെൻ മയോകാർഡൈറ്റിസ്. മയോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും inflammation of the myocardium is known as myocarditis. Non-specific myocarditis during acute rheumatic fever may cause dilation of the heart and microscopically myocardium may show lymphocytes and macrophages or hash of bodies. So microscopically myocardium എന്തൊക്കെ ഷോ ചെയ്യും? lymphocytes and macrophage or ash of bodies ആയിരിക്കും microscopically കാണിക്കുന്നത്. They are non-specific myocarditis during acute rheumatic fever causing dilation of heart disease. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് നോക്കാം. പിക്ചേഴ്സിനകത്താണെങ്കിൽ ദിസ് ഇസ് ദ പിക്ചർ ഷോയിങ് ആഷ് ഓഫ് ബോഡീസ്. നമുക്ക് ആഷ് ഓഫ് ബോഡീസ് കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് ആഷ് ഓഫ് ബോഡീസ്. ഇത് ജയൻറ്റ് ആഷ് ഓഫ് ബോഡീസ് ആണ്. ആൻഡ് ദിസ് ഇസ് ആൻറ്റിഷ്കോപ്പ് സെൽ. ആൻറ്റിഷ്കോപ്പ് സെൽ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ആണ്. ദെൻ അതിൻ്റെ തന്നെ ക്രോസ് സെക്ഷനിൽ കാണുമ്പോൾ എന്തായിരിക്കും? ഒവലായി അപ്പിയറൻസ്. ലോൺസ്റ്റുഡിനലി എന്ത് അപ്പിയറൻസ് അവർക്ക് വരുന്നത്? ലോൺസ്റ്റുഡിനലി ആണെങ്കിൽ കാറ്റർപില്ലർ അപ്പിയറൻസ്.
ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പെരിവാസ്കുലർ ഹൂക്കി. പെരിവാസ്കുലർ ഹൂക്കിൽ എന്തൊക്കെ കാണാൻ പറ്റും? ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ് ആൻഡ് പ്ലാസ്മ സെൽസ് അല്ലേ. ആൻഡ് ഗ്രാനുലോമാറ്റോസ്റ്റേജ് ആണെന്നെങ്കിലോ എന്തൊക്കെ കാണാൻ പറ്റും? ലിംഫോസൈറ്റ്സ്, മാക്രോഫേജ്, പ്ലാസ്മ സെൽസ്. ഈ മാക്രോഫേജിന് പകരം ആക്ടിവേറ്റഡ് ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റിസ്കോപ്പ് സെൽസ്. ഓക്കെ. ലേറ്റർ ഫേസിലാണെങ്കിലോ, ലേറ്റർ ഫേസിലായിരുന്നെങ്കിൽ ആശോബോഡിയുടെ ലേറ്റർ ഫേസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആശോബോഡീസിലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്കാർ ഫോർമേഷൻ, സ്കാർ ടിഷ്യൂസിനെ കാണാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇനിയും പറയുന്നത് മെക്കാലം പ്ലാഗ്. മെക്കാലം പ്ലാഗ് എന്താണ്? ദീസ് പ്ലാഗ് ഫോംഡ് എബോ ഇൻ ദി ലെഫ്റ്റ് ഏട്രത്തിൽ കാണുന്ന ഈ ഒരു പ്ലാഗിനാണ് മെക്കാലം പ്ലാഗ് എന്ന് വിളിക്കുന്നത്. മോസ്റ്റ്ലി പോസ്റ്റീരിയർ വോൾ ഓഫ് ലെഫ്റ്റ് ഏട്രത്തിലാണ് കാണുന്നത് ഇൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസസ്. ദെൻ ഇവിടെ കാണുന്ന ഇതാണ് എന്ത്? വെറൂക്കെ. വെറൂക്കെ എന്ന് പറയുമ്പോൾ എന്താ? റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ വെജിറ്റേഷൻസ്. ആൻഡ് ദിസ് ഇസ് കുറേ പറഞ്ഞിട്ടുണ്ട്. ടെൻഡിനസ് കോഡേ ഉണ്ട്. ദിസ് ഇസ് ദി വാൽവ് ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമുക്കിനിയും അക്യൂട്ട് റൊമാറ്റിക് ഫീവർ ഇത്ര നേരം പറഞ്ഞതൊന്ന് സമറൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറഞ്ഞത്? കാർഡിയക് ലീഷൻസും എക്സ്ട്രാ കാർഡിയക് ലീഷൻസും ഉണ്ട് ഇവർക്ക്. കാർഡിയക് ലീഷൻ ആണെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത്? കാർഡിയക് ലീഷൻ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അക്യൂട്ട് റൊമാറ്റിക് ഹാർട്ട് ഡിസീസിലും ക്രോണിക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസിലും കാണാൻ പറ്റും കാർഡിയക് ലീഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ആഷ് ഓഫ് ബോഡീസ് ആണ്. ദേ ആർ സ്പിറോയിഡൽ ഓർ ഫ്യൂസിഫോം ക്യാരക്ടറിസ്റ്റിക് ലീഷനാണ് ആഷ് ഓഫ് ബോഡീസ്. ആൻഡ് ഇതിൻ്റെ ഫോർമേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇസ് അക്യൂട്ട് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്. അക്യൂട്ട് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി പാൻകാർഡൈറ്റിസ്. പാൻകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി 3 ലെയേഴ്സിൻ്റെയും ഇൻഫ്ലമേഷൻ ആണ്. എൻഡോകാർഡിയം, മയോകാർഡിയം ആൻഡ് പെരികാർഡിയം. എൻഡോകാർഡിയം ആണെങ്കിൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി എയ്തർ വാൽവുലർ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂറൽ എൻഡോകാർഡിയം ആയിരിക്കും. വാൽവുലർ ഇൻവോൾവ്മെൻറ്റ് ആണെങ്കിൽ എവിടെ ആയിരിക്കും ഇത് എഫക്റ്റ് ആവുന്നത്? വാൽവ് ലീഫ്ലെറ്റ്സ് ബിക്കം ഇൻഫ്ലെയിംഡ് ആൻഡ് എഡിമാറ്റസ് ബിക്കോസ് ഓഫ് ദിസ് വെജിറ്റേഷൻ. അപ്പോൾ ഈ വെജിറ്റേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ വാൽവുലർ ലീഫ്ലെറ്റ്സിൻ്റെ മാർജിൻസിലൊക്കെ എന്ത് പറ്റും? ഫൈബ്രൻ ഡിപ്പോസിറ്റ്സ് വരും. അങ്ങനെ ഫൈബ്രൻ ഡിപ്പോസിറ്റ്സിൽ എന്ത് വരും? വെജിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വാട്ടി വെജിറ്റേഷൻ, മോഡുലർ വാട്ടി വെജിറ്റേഷൻസ് വരും. ഈ വാട്ടി മോഡുലർ വെജിറ്റേഷൻസ് വളരെ ഫോമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ദേ കൻ നോട്ട് ഗെറ്റ് ഡിസ്ലോഡ്ജ്ഡ് ആൻഡ് ദീസ് വെജിറ്റേഷൻസ് ആർ നോൺ ആസ് വെറൂക്കെ. ദിസ് ഇസ് വാൽവുലർ എൻഡോകാർഡൈറ്റിസ്. ന്യൂറൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ദേ പ്രൊഡ്യൂസസ് മെക്കാലം പ്ലാഗ്. ഒരു പ്ലാഗ് ഡെവലപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ എന്താ? ഫൈബ്രൻ ഡെവലപ്മെൻറ്റ്, ഫൈബ്രൻ ഡിപ്പോസിറ്റ്സ് ആയിരുന്നു ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ഇവിടെ പ്ലാഗ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ദിസ് പ്ലാഗ് ദേ ആർ സബ് എൻഡോകാർഡിയൽ ലീഷൻസ് ആണ്. സബ് എൻഡോകാർഡിയൽ കാണും. ആൻഡ് അപ്പിയേഴ്സ് ആസ് ഇറഗുലർ wrinkled map like thickening in the neural endocardium, usually seen in the posterior wall of left atrium and just above the posterior leaflets of the mitral valve. മൾട്ടിപ്പിൾ ആഷ് ഓഫ് ബോഡീസിനെ മൈക്രോസ്കോപ്പിക്കലി ഇതിൽ കാണാൻ പറ്റും. പെരികാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ദി പെരികാർഡിയം. ആൻഡ് ഇവിടെ പെരികാർഡിയത്തിൽ എന്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള ഒരു ഫൈബ്രൻ ഡിപ്പോസിറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇറഗുലർ ഫൈബ്രൻ ഡിപ്പോസിറ്റ് റിസംബിൾസ് ദി ഷാഗി സർഫസ് ഓഫ് 2 slices ഓഫ് ബട്ടേർഡ് ബ്രെഡ്. അതുകൊണ്ട് തന്നെ ബ്രെഡ് ആൻഡ് ബട്ടർ പെരികാർഡൈറ്റിസ് എന്ന് വിളിക്കും ബിക്കോസ് ഓഫ് ദെയർ അപ്പിയറൻസ്. ദെൻ ഇവിടെ ക്ലിനിക്കലി ഫ്രിക്ഷൻ റബ്ബാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നെവർ കോസ് കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്. ഫ്രിക്ഷൻ റബ്ബ് കാരണം അല്ലേ. ദെൻ മയോകാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് മയോകാർഡിയം ഇസ് മയോകാർഡൈറ്റിസ്. Non-specific myocarditis during acute rheumatic fever may cause dilation of the heart, and microscopically myocardium may show lymphocytes and macrophages or ash of bodies. Few patients may die due to myocarditis. This is about the acute rheumatic heart disease. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് chronic rheumatic heart disease നെ കുറിച്ചാണ്.